ഹലോ കൂട്ടുകാരെ, മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? നല്ല മഴയാണ്. ഇവിടെയൊക്കെ നല്ല മഴയാണ്. എടപ്പള്ളിയിലെ നല്ല മഴ. ഞാൻ ലൈല ജോർജ്. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? ഞാൻ ഇന്ന് പറയാൻ പോണതേ, ഒരു തൊഴിലും ഇല്ലാതെ ഇരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരും ആയിക്കോട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, അനാവശ്യങ്ങൾ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, സോഷ്യൽ മീഡിയയിൽ കിടന്ന് മറ്റുള്ളവരെ അപമാനിക്കുക. അവര് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട്, അവർ ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേ, അവർക്ക് എന്താ ഈ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ജീവിക്കണ്ടേ? ഭർത്താവ് മരിച്ച സ്ത്രീക്കും ജീവിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും അവരെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് മോശമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലും നമ്മളൊക്കെ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക. നമുക്ക് പറ്റിയ കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. എത്ര പ്രായമായാലും നമുക്ക് എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോഷ്യൽ സർവീസ് ചെയ്യാൻ സാധിക്കും, ഭക്തിമാർഗത്തിലൂടെ പോകാൻ പറ്റും, പാട്ട് കേൾക്കാൻ പറ്റും, സിനിമ കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, ടൂറ് പോകാൻ പറ്റും. പറ്റുന്ന സ്ഥലത്ത്, സാമ്പത്തികമായിട്ട് അധികം കഴിവില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സ്ഥലത്ത് പോകാം, ഒന്നിൽ പള്ളികളിൽ പോകാം. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. അല്ലാതെ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കുക, നെഗറ്റീവ് കാണാതിരിക്കുക. എന്തിനാ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് മനസുഖമാണ് കിട്ടുന്നത്? അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുക. നമ്മൾ അവരെ ഒന്നും നിരുത്സാഹപ്പെടുത്താതെ അവരെ ഒരു കൈ പിടിച്ച് നമ്മളൊന്ന് പതുക്കെ ഉയർത്തിക്കൊടുത്താൽ ചിലപ്പോൾ അവരെ ഉയരങ്ങളിലേക്ക് പോകും. അത് ഞാനായാലും വേറെ ആരായാലും. അയ്യോ, അവർക്ക് ഇത്ര പ്രായമായില്ലേ, അവരെന്തിനാ ഇങ്ങനെ ഇത്രയ്ക്ക് ഇതായിട്ട്? എന്താ പ്രായത്തിന് കുഴപ്പം? പ്രായമൊക്കെ ഒരു നമ്പർ മാത്രമാണ്. നമ്മൾ എപ്പോഴും ഭംഗിയായിട്ടില്ല. പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും ഈ പറയുന്നത് കേട്ട് പുറകിലേക്ക് പോകരുത്. മുന്നോട്ട് പോകണം, മുന്നോട്ട് നയിക്കണം. നമ്മളെ എല്ലാവരും അമ്മമാരുടെയും അപ്പന്മാരുടെയും സ്നേഹം കിട്ടി വളരുന്ന മക്കളല്ല. ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും ഉടലെടുക്കുന്നത്. അവരതിൽ നിന്നാണ് ഉയർന്നു വരുന്നത്, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓരോരുത്തരും ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഓരോരുത്തരെ നയിക്കുന്നത്. എന്നും ഒരാളുടെ അടിമയായിട്ട് ജീവിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കും ഉണ്ടാവും. നമ്മളെപ്പോഴും നല്ലത് ചിന്തിക്കുക, നന്മയായത് ചിന്തിക്കുക. നമുക്ക് നന്മ വരണം, നമുക്ക് ഇങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം. നമുക്ക് ആഗ്രഹിക്കാൻ പാടുള്ളതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കരുത്. കുറച്ച് നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും. നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞ് അവരെന്തിനാ അങ്ങനെ ചെയ്തത്, അവരെന്താ ഇങ്ങനെ പോയത്, അവരെന്തിനാ ഇങ്ങനെ പറഞ്ഞത്, അവരെന്തിനാ ഇങ്ങനെ എഴുതിയത് എന്ന് പറയരുത്. നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ കാണണ്ട, നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ കേൾക്കുകയും വേണ്ട. നമ്മളത് ആ വശത്തോട്ട് തിരിയാതിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം, അത് ഏത് മേഖലയായാലും, ഫ്രണ്ട്ഷിപ്പ് ആയാലും ജോലി ആയാലും എവിടെയായാലും നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്ന് ചെയ്ത് നോക്കി, എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞാണ് ഞാൻ ഇന്നത്തെ വാക്കുകൾ ചുരുക്കുന്നത്. ഇനി നാളെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.